ഇത് നേരത്തെ അമ്മൂമ്മയ്ക്ക് പശു ഉള്ളപ്പോൾ എടുത്ത എരുത്തില്ല, അപ്പൊ അത് ഷീറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഇതെന്റെ ഒരു വലിയ കൊട്ടാരം പോണൊക്കെ എനിക്കിപ്പോ തോന്നുന്നത്. ചേട്ടാ, എന്റെ കൊട്ടാരത്തിന്റെ ഉൾവശമൊക്കെ കാണാം. ഇവിടെ ഞാനും അമ്മൂമ്മയും കിടക്കുന്ന സ്ഥലം. ചേട്ടാ, ഇതാ എന്റെ അമ്മ മരിച്ചിട്ട് 4 വർഷം ആവുന്ന ജൂലൈ ആകുമ്പോ കസാര ഇട്ടെടുത്താ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്താ ഇന്നാള് പാമ്പ് വന്ന. ഈ മിക്കപ്പോഴും ഇതുവഴിയെല്ലാം പോകുന്നതുകൊണ്ട് എവിടെ നോക്കിയാലും പാമ്പാന്നുള്ള ഒരു ഇതാ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ രാത്രി ഉറക്കവും കാണത്തില്ല. എനിക്ക് കൂട്ടുകാരെല്ലാം വീടിനകത്ത് നല്ല വീടൊക്കെ ആയി താമസിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം. നല്ലൊരു ജോലി വാങ്ങി അമ്മൂമ്മയെ നോക്കണം, പിന്നെ എന്നെ പോലുള്ള കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കൊടുത്തും സഹായിക്കണം. ഹായ്, നമസ്കാരം. നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. അടൂർ പറക്കോടാണ്. എന്നോടൊപ്പം ഉള്ളത് ശിവന്യ എന്ന് പറയുന്ന മോളാണ്. 8ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ ശിവന്യ വിളിച്ചതനുസരിച്ച് ഇവിടെ ഒന്ന് വന്നതാണ്. ശിവന്യ താമസിക്കുന്ന ഒരു കൊട്ടാരം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. 4 വർഷം മുമ്പ് ഈ മോളുടെ അമ്മ മരിച്ചു പോയതാണ്. ഈ അമ്മൂമ്മയുടെ സംരക്ഷണയിലാണ് ഈ മോള് താമസിക്കുന്നത്. ഇപ്പോൾ അമ്മൂമ്മയ്ക്ക് പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ മോളെ വീട്ടിൽ നിർത്തിയിട്ട്. നിങ്ങൾ ഈ വീടിന്റെ അവസ്ഥ ഒന്ന് കാണണം. ചേട്ടാ, ഇത് എൻ്റെ അമ്മൂമ്മയുടെ നേരത്തെ പശുവിന്റെ ഒരു എരുത്തിലായിരുന്നു. അപ്പൊ അത് ഷീറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഇതെന്റെ ഒരു വലിയ കൊട്ടാരം പോണൊക്കെ എനിക്കിപ്പോ തോന്നുന്നത്. ഇവിടെ ഞാനും അമ്മൂമ്മയും കിടക്കുന്ന സ്ഥലം. ഇവിടെ ഇരുന്ന കഴിക്കുന്നത്. ഇവിടെ പാത്രം ഒക്കെ വെക്കും, പിന്നെ പാചകം ചെയ്യും. ഇവിടെ ഗ്യാസിനകത്തോരാന്ന് വെക്കുന്നത്. പിന്നെ അത് ഒടിഞ്ഞിരിക്കുക, അതെപ്പോ ആണെങ്കിലും വീഴും. മിക്കപ്പോഴും ഇവിടെ പാമ്പൊക്കെ വരും. ഞാൻ അവിടെ ഇരുന്നാ പഠിക്കുന്നേ. അപ്പൊ അവിടെ ഇരുന്ന് ഒരു ദിവസം ഞാൻ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ പാമ്പ് വന്ന്. അതായാലും പേടിച്ച് പെട്ടെന്ന് വെളി ചാടി അമ്മൂമ്മ എടുത്തോട്ട് പോകും. അമ്മൂമ്മ പിന്നെ ജോലിക്കൊക്കെ പോകുമ്പോ മോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്ക്. ഞാൻ വെളിയിലേ ഇരിക്കും, അകത്ത് കയറത്തില്ല. വീട്ടിലേക്ക് കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ടോ? ഇല്ല, ഞാൻ വിളിക്കത്തില്ല. അവര് പറയും ഞാൻ ശിവന്യയുടെ വീട്ടിൽ വരുക. അപ്പൊ ഞാൻ പറയും നീ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അന്ന് ഇവിടെ കാണത്തില്ല, അങ്ങനെയൊക്കെ പറയുമോരോന്ന്. എനിക്കൊരു വീട് വേണം, പിന്നെ പഠിച്ച് വലുതായി നല്ലൊരു ജോലി കിട്ടുമ്പോൾ എൻ്റെ അമ്മൂമ്മയെ നോക്കണം, പിന്നെ എന്നെ പോലെ താമസിക്കുന്ന ആൾക്കാരെ എല്ലാം സഹായിക്കണം. എൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞാലും മനസ്സിലാവും. എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? എന്താണ്? കടമാണ് മെയിനായിട്ട്. അതുകൊണ്ടാണ് പഞ്ചായത്തിൽ നിന്ന് പോലും വീട് കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നത്. കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്ത പൈസയാണ് മോടെ ആവശ്യത്തിന്. മോക്ക് ഇതിനെ പ്രസവിച്ചോടുകൂടി അസുഖമായി അങ്ങ് കൂടി ലാസ്റ്റിൽ അറിയുന്ന രോഗവിവരങ്ങളൊക്കെ. അതുകൊണ്ട് പിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. ഒരുപാട് കടങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തു. 2.5 ലക്ഷം രൂപ എടുത്തു. ഇപ്പം അത് 5 ലക്ഷത്തോളം മേളിലായി. പേടിച്ചാണ് കിടക്കുന്നത്. പിന്നെ വേറെ എങ്ങോട്ടും പോയി കിടക്കാനുള്ള ഇത് ഇല്ലാത്തത് കൊണ്ട് കഴിയുന്നില്ല. ഇട്ടേച്ച് ജോലിക്ക് പോകാനും പേടിയാണ്. കാരണം സർവ്വസമയവും അപ്പുറത്തെ തോട്ടത്തിൽ കിടക്കുന്നതുകൊണ്ട് പാമ്പ് ശല്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഇയാളെ എനിക്ക് ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനൊരു പേടിയുണ്ട്. പകൽ സമയത്ത് ജോലിക്ക് പോകാൻ തന്നെ എനിക്ക് പേടിയാണ്. കാരണം സ്കൂൾ പഠിത്തമില്ലാത്ത ദിവസങ്ങളിലാണ് കൂടുതലും എനിക്ക് പേടി. തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അതെ, വരുമാനമുള്ളൂ. ഈ ബാങ്കുകാർ എന്താ പറയുന്നത്? ബാങ്കുകാർ പറഞ്ഞാൽ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ പൈസ അല്ലേ, സഹകരണ സംഘ ബാങ്കാണ്, അപ്പോഴടയ്ക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനൊരു 4 ചുവരുള്ള ബന്ധസായ രീതിയിൽ കേൾക്കണം. പിന്നെ ഈ കടമാണ് മെയിൻ വിഷയം. കടം മാറിയാലേ വീട് വെക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ എനിക്ക്. അല്ലാതെ ഭിക്ഷ തിണ്ടിയാലും അല്ല 4 വീട്ടിൽ ചെന്ന് ചോദിച്ചാലും എനിക്കും കുഞ്ഞിന് ആഹാരം കിട്ടും, അങ്ങനെ കഴിയാം. പക്ഷെ ഇത് കട കിടക്കുന്നതുകൊണ്ട് എൻ്റെ മോന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അച്ഛനെന്ന് പറയുമ്പോൾ സ്കൂൾ വിവാഹം കഴിച്ചു. സാധുവായൊരു മനുഷ്യനായിരുന്നു, കുറ്റം പറയാൻ പറ്റത്തില്ല. ചെറുപ്പമായിരുന്നു. പിന്നെ സ്കൂൾ തുറക്കുമ്പം കുഞ്ഞിന് ഇച്ചിരി പൈസ അയക്കും, അതേ ഉള്ളൂ. തമിഴ്നാട്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ശിവന്യ മോളെ സഹായിക്കുക. നന്ദി, നമസ്കാരം.